ഹായ് ഹലോ വെൽക്കം ടു മനസേസ് മാത്സ് സൊല്യൂഷൻ. നമ്മൾ ഏത് സെക്ഷനാണ്? ടോപ്പോളജി, അഡ്വാൻസ്ഡ് ടോപ്പോളജിയിൽ T0, T1, T2 സ്പേസസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇൻ ദിസ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണെന്ന് ആൻഡ് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. T0ഉം T1ഉം ഹെറിഡിറ്ററി ആൻഡ് ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. T2ൻ്റെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സെമ്മിൽ. സോ first we are going to prove that the T0 property. T0 is a hereditary property and topological property. So suppose X is a T0 space and let Y be a topology which is homeomorphic to X, which means there exists a homeomorphism from Y to X. And let it be H. Let H be the homeomorphism from X to Y. Now we need to prove that Y is a T0 space. അപ്പോൾ നമ്മൾക്കറിയാം ഒരു സ്പേസ്, ഈ ഒരു സ്പേസ് Y T0 സ്പേസ് ആണുള്ള കണ്ടീഷൻ എന്താണ്? വൈയിൽ നിന്ന് ഏത് രണ്ട് പോയിന്റ് ചൂസ് ചെയ്താലും വിത്ത് എന്താണ് A not equal to B ആയിരിക്കണം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏത് രണ്ട് പോയിന്റ് ചൂസ് ചെയ്താലും there exists an open set U in Y such that either A belongs to U, B does not belongs to U, or B belongs to U, A does not belongs to U ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ, ഒരു എലമെൻറ്റിനെ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എയും ബിയും വൈയിൽ നിന്ന് ചൂസ് ചെയ്താൽ ഇതൊരു ഹോമോമോർഫിസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? There exists A1, B1 in X such that H of A1 is equal to A and H of B1 is equal to B. എന്തായാലും പ്രീ ഇമേജ് എക്സാക്ട്ലി വൺ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യും. 1 1 1 2 ആയതുകൊണ്ട് നമ്മൾക്ക് എന്തും പറയാം, A1 നോട്ട് ഈക്വൽ ടു B1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? A1 not equal to B1 ആയതുകൊണ്ട് which is two distinct points in the T0 space X ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? There exists an open set U, there exists an open set U in X such that രണ്ട് കണ്ടീഷൻസ് വരാം. ഒന്നെന്താണ്? either A1 belongs to U and B1 does not belongs to you, or B1 belongs to you or A1 does not belongs to you. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ സെറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വൺ ആണ് എടുക്കുന്നതെങ്കിൽ ഇഫ് A1 belongs to you and B1 does not belongs to you ആണെന്ന് കരുതുക. ഇനിയിപ്പോൾ സെക്കൻഡ് കേസ് വന്നു എന്നാണെങ്കിൽ, സെക്കൻഡ് കേസാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് റീനെയിം ചെയ്താൽ മതി അല്ലേ? A1നെ B1 എന്നും B1നെ A1 എന്നും എനെ B എന്നും ബിനെ A എന്നും റീനെയിം ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് കേസ് അതുകൊണ്ട് പ്രൂവ് ചെയ്യുന്നു. സെക്കൻഡ് കേസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് റീനെയിം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. സോ A1 belongs to you ആൻഡ് B1 does not belongs to you. ഈ ഒരു കേസ് ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H of A1 എവിടെ ഉണ്ടായിരിക്കും? ദിസ് ബിലോങ്സ് ടു H of U ആയിരിക്കും. ആൻഡ് B1 does not belongs to U ആയതുകൊണ്ട് H of B1 എവിടെ ഉണ്ടായിരിക്കത്തില്ല? which does not belongs to H of U ആയിരിക്കും. കാരണം ഈ ഫങ്ഷൻ H 1 1ഉം 1 2 ആണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ 1 1 ആണ്. അതുകൊണ്ട് ഓക്കെ, ആൻഡ് നമ്മൾക്ക് H ഹോമിയോമോർഫിസ് ആയതുകൊണ്ട് ഫോർ എനി ഓപ്പൺ സെറ്റ് U in X, H of U എന്തായിരിക്കും? Yയിൽ ഓപ്പൺ ആയിരിക്കും. So here H of U is an open set in Y
ഫോർ വിച്ച് എച്ച് ഓഫ് A1 അതായത് A ബിലോങ്സ് ടു എച്ച് ഓഫ് യു ആൻഡ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എച്ച് ഓഫ് യു എന്ന് കിട്ടി. അതായത് എയിലും ബിയിലും എക്സാക്ട്ലി 1 എലമെൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ സെറ്റ് എച്ച് ഓഫ് യു വൈയിലുണ്ടെന്ന് കിട്ടി. ഇങ്ങനെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഇത്തരത്തിലൊരു ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ട് വൈ എന്താണെന്ന് പറയാം, വൈ ഈസ് എ ടി നോട്ട് സ്പേസ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കേസ് എടുത്തിട്ടാണ് പ്രൂവ് ചെയ്തത്. സെക്കൻഡ് കേസ് ആണ് വരുന്നതെങ്കിൽ ജസ്റ്റ് റീനെയിം ചെയ്യുക. എനെ ബി ആയിട്ടും ബീനെ എ ആയിട്ട് റീനെയിം ചെയ്യുക. അപ്പോൾ A1ഉം B1ഉം അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക, നെയിം നൊട്ടേഷൻ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൂഫ്. അപ്പോൾ എന്താണ്, ഒരു സ്പേസ് എക്സ് ടി നോട്ട് ആണെങ്കിൽ അതിനോട് ഹോമിയോമോർഫിക് ആയിട്ടുള്ള എല്ലാ ടോപ്പോളജിക്കൽ സ്പേസസും ടി നോട്ട് ആയിരിക്കും. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് എ ടോപ്പോളജിക്കൽ property. Now we are going to prove that if X is a T naught space and Y is any subspace of X, then Y is also a T naught space. Xന്റെ ഏത് X T naught space ആണെങ്കിൽ Xന്റെ ഏത് സബ്സ്പേസ് എടുത്താൽ അതെല്ലാം T naught space ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഈ Y T naught space ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് let AB belongs to Y with A not equal to B. അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് വൈ കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആണല്ലോ. അപ്പോൾ ഈ എ ബി ബിലോങ്സ് ടു എക്സും എ നോട്ട് ഈക്വൽ ടു ബി ആണ്. സോ ദിസ് വിൽ ബി ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ഇൻ എക്സ്. എക്സ് ടി നോട്ട് സ്പേസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ സെറ്റ് യു ഇൻ എക്സ് സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു യു ആൻഡ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു യു, or B belongs to you and A does not belongs to you. ഇതിൽ ഏത് കേസ് വേണമെങ്കിലും വരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കേസ് എടുക്കുന്നു, A belongs to you and B does not belongs to you. സെക്കൻഡ് കേസാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് റീനെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കേസ് എടുത്തു. സപ്പോസ് A belongs to you and B does not belongs to you. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാം വൈയിൽ വരുന്ന ഓപ്പൺ സെറ്റ്സുകൾ ഏതാണ്. എക്സിലുള്ള ഓപ്പൺ സെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഓപ്പൺ സെറ്റ് യു എടുത്തു കഴിഞ്ഞാൽ യു ഇൻ്റർസെക്ഷൻ വൈ ആണ് വൈയിലുള്ള ഈ ഒരു സബ്സ്പേസ് ടോപ്പോളജിയിൽ ഓപ്പൺ ആയിട്ട് വരുന്ന സെറ്റ്സുകൾ. അപ്പോൾ ഞാനിവിടെ യു എടുത്തു കഴിഞ്ഞാൽ യു ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് വൈയിൽ ഓപ്പൺ ആയിരിക്കും അല്ലേ. ആൻഡ് എ ബിലോങ്സ് ടു യു ഇൻ്റർസെക്ഷൻ വൈ ആണ്, ബി ഡസ് നോട്ട് ബിലോങ്സ് ടു യു ഇൻ്റർസെക്ഷൻ വൈ ആണ്. കാരണം ബി എവിടെയല്ല, യുവിലേ ഇല്ല. അപ്പോൾ ഈ ഇൻ്റർസെക്ഷനില്ലല്ലോ. എ എന്ന് പറയുന്നത് യുവിലും ഉണ്ട് വൈയിലും ഉണ്ട് അല്ലേ. വൈയിൽ നിന്നാണ് നമ്മൾ എ ചൂസ് ചെയ്തിരുന്നത്, യുവിലും വൈയിലും ഉണ്ട്. സോ എ ബിലോങ്സ് ടു യു ഇൻ്റർസെക്ഷൻ വൈ ആൻഡ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു യു ഇൻ്റർസെക്ഷൻ വൈ. ഞാനിതിനെ യു ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് യു ഡാഷ് ഇൻ വൈ such that in the subspace topology in the subspace topology Y such that A belongs to U dash and B does not belongs to U dash. So ഇങ്ങനെ ഏത് ഡിസ്റ്റിങ് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്പൺ സെറ്റ് വൈയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് Y is a T naught space. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. സെക്കൻഡ് കേസാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ബിക്ക് പകരം എ എന്നും എക്ക് പകരം ബി എന്നും റീനെയിം ചെയ്യാം, എന്നിട്ട് പ്രൂഫ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ടി നോട്ട് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്, ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇനി ഇത് തന്നെ ഇതേ സെയിം പ്രൂഫ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുന്നത് എന്താണ്, ഈ T1 പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണെന്നും ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളൊരു റിസൾട്ടിലോട്ടാണ് പോകുന്നത്. തിയറം 8.2. തിയറി 8.2 എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ T0, T1, T2 പ്രോപ്പർട്ടീസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സപ്പോസ് എക്സ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ be a family of topological spaces, then we can consider the product topology of this topological spaces. അപ്പോൾ ഈ ഫാമിലിയിലുള്ള എല്ലാ ടോപ്പോളജിക്സും എല്ലാ സ്പേസസും ടി നോട്ട് സ്പേസസ് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ടോപ്പോളജിയും ടി നോട്ട് സ്പേസ് ആയിരിക്കും. ഈ ഫാമിലിയിലുള്ള എല്ലാ ടോപ്പോളജീസും T1 സ്പേസസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ടോപ്പോളജിയും T1 സ്പേസ് ആയിരിക്കും.
ഇനി ഈ ടോപ്പോളജിയിലുള്ള ഈ ഫാമിലിയിലുള്ള എല്ലാ ടോപ്പോളജി സ്പേസസും T2 സ്പേസസ് ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സ്പേസും T2 സ്പേസ് ആയിരിക്കും. അതായത് the product of T0 spaces are T0, the product of T1 spaces are T1 and the product of T2 spaces are T2 space. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് പ്രൂവ് ചെയ്യണം. ഞാനിത് T0ഉം T1ഉം മാത്രമേ പ്രൂവ് ചെയ്യുള്ളൂ. T2 ജസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നൗ suppose X alpha such that alpha belongs to A be a family of T0 spaces. Okay, we need to prove that the product alpha belongs to A, X alpha is a T0 space, is a T0 space. അപ്പോൾ അതിന് വേണ്ടിയിട്ട് T0 സ്പേസ് ആവാൻ നമ്മൾക്കറിയാം. ഇപ്പോൾ ഞാനിതിനെ X എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് T0 സ്പേസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സിൽ നിന്ന് ഏത് 2 പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും എങ്ങനെ ചൂസ് ചെയ്യണം? ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ആയിരിക്കണം. ഇപ്പോൾ ഏത് 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും എക്സാക്ട്ലി 1 പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നോക്കുക, സപ്പോസ് ഞാനിവിടെ എനെ X ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ബിനെ Y ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ എന്നും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഏതെല്ലാമോ ഈക്വൽ ആവുന്നില്ല. അതായത് നമ്മൾക്കിപ്പോൾ ഞാൻ 1 2 നോട്ട് ഈക്വൽ ടു എന്താണ് 3 2 അല്ലേ? നമുക്ക് സെക്കൻഡ് കോർഡിനേറ്റ് ഈക്വൽ ആണ്. ഫസ്റ്റ് കോർഡിനേറ്റ് ഈക്വൽ അല്ലാതായപ്പോൾ തന്നെ ഇത് രണ്ടും ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയി. അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സുകൾ നോട്ട് ഈക്വൽ എന്ന് പറയുന്നത് അതിനർത്ഥം എന്താണ്? കോർഡിനേറ്റ്സ് ഏതെല്ലാമോ ഈക്വൽ ആയിട്ട് വരുന്നില്ല. സപ്പോസ് ആൽഫ ബിലോങ്സ് ടു എ ഫോർ വിച്ച് എക്സ് ആൽഫ നോട്ട് ഈക്വൽ ടു വൈ ആൽഫ ആണെന്ന് കരുതുക. ഓക്കെ, അതായത് നോട്ട് ഈക്വൽ ടു ആയിട്ട് വരുന്ന ഒരു ഇൻഡെക്സ് ആൽഫ ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സ് ആൽഫയും വൈ ആൽഫയും എന്താണ്? These are the points in the T0 space X alpha and these points are distinct also. ഇപ്പോൾ T0 സ്പേസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? There exists an open set U alpha in X alpha such that X alpha belongs to U alpha and Y alpha does not belongs to U alpha, or Y alpha belongs to U alpha and X alpha does not belongs to U alpha. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ എക്സാക്ട്ലി കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദെൻ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് എക്സ് ആൽഫ ബിലോങ്സ് ടു യു ആൽഫ അല്ലേ? അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് എക്സ് ആൽഫ എവിടെ ഉണ്ടായിരിക്കും? വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു ആൽഫ ആയിരിക്കും അല്ലേ? അതായത് പൈ ആൽഫ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൽഫ വരുന്ന എല്ലാ എക്സുകളും എവിടെ ഉണ്ടായിരിക്കും? പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് നോക്കുക, നമ്മളിപ്പോൾ ഒരു എക്സിനെ എക്സ് ആൽഫയിലോട്ട് മാപ്പ് ചെയ്യണമെങ്കിൽ ബൈ ദ മാപ്പ് പൈ ആൽഫ എക്സിനെ എക്സ് ആൽഫയിലോട്ട് മാപ്പ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ ആൽഫത്ത് കോർഡിനേറ്റ് എന്തായിരിക്കണം? എക്സ് ആൽഫ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മളുടെ എയുടെ ആൽഫത്ത് കോർഡിനേറ്റ് ആണ് എക്സ് ആൽഫ. അത് നമ്മൾക്ക് യു ആൽഫയിൽ ഉണ്ടെന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് വാട്ട് എ ബിലോങ്സ് ടു യു ആൽഫ. ഇനി നോക്കുക, ബിയുടെ ആൽഫത്ത് കോർഡിനേറ്റ് യു ആൽഫയിൽ വരുന്നേ ഇല്ല അല്ലേ? ബിയുടെ ആൽഫത്ത് കോർഡിനേറ്റ് എവിടെ വരുന്നില്ല? യു ആൽഫയിൽ വരുന്നില്ല. സോ ദിസ് മീൻസ് ബി ഡസ് നോട്ട് ബിലോങ്സ് ടു വാട്ട്? ഇവിടെ യു ആൽഫ അല്ല, ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞുപോയി. എ ബിലോങ്സ് ടു പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ. ഓക്കെ, ആൻഡ് ബി ബിലോങ്സ് ടു വാട്ട്? ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എന്താണ്? പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ. ഫ്രം ദ ഫസ്റ്റ് കേസ് വി ക്യാൻ സേ ദാറ്റ് എ ബിലോങ്സ് ടു this set and B does not belongs to this set.
ഇനി സെക്കൻഡ് കേസാണ് ട്രൂ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് വരും? ബി ബിലോങ്സ് ടു പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ ആൻഡ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫ എന്ന് വന്നു. സോ നമ്മൾക്ക് എന്ത് പറയാം? ഇങ്ങനെ ഈ രണ്ട് പോയിൻറ്റ്സ്, ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് നമ്മൾ പ്രൊഡക്റ്റ് സ്പേസിൽ നിന്ന് ചൂസ് ചെയ്തപ്പോൾ അതിൽ എക്സാക്ട്ലി 1 പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു സെറ്റ് നമ്മൾക്ക് കിട്ടി. ഇനി നമ്മൾക്കറിയാം ഇത്തരത്തിലുള്ള ഇൻവേഴ്സ് ഇമേജസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ടോപ്പോളജി. അപ്പോൾ ഈ സെറ്റുകളെല്ലാം എന്താണ്? പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ ആണ്. സോ നമ്മൾക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ നിന്ന് ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു പോയിൻറ്റിനെ എക്സാക്ട്ലി 1 പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലൊരു ഓപ്പൺ സെറ്റ് ഉണ്ടെന്ന് കിട്ടി. സോ നമ്മൾക്ക് എന്താണ്? പ്രൊഡക്റ്റ് ടോപ്പോളജി ടി നോട്ട് സ്പേസ് ആണ്. ഇനി അടുത്തത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ഫാമിലി ഓഫ് T1 സ്പേസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാമിലിയിലുള്ള സ്പേസസിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം? വിച്ച് ഇസ് ഓൾസോ എ T1 സ്പേസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പോയിൻറ്റ്സ് എടുത്തു. ലെറ്റ് എ ബി ബിലോങ്സ് ടു ദ പ്രൊഡക്റ്റ് സ്പേസ് ആൽഫ ബിലോങ്സ് ടു എ എക്സ് ആൽഫ വെർ ഈച്ച് ഓഫ് ദിസ് സ്പേസസ് ആർ ഫാക്ടേഴ്സ് ആർ T1 സ്പേസസ് വിത്ത് എ നോട്ട് ഈക്വൽ ടു ബി. ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ഞാൻ കൺസിഡർ ചെയ്തു. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എ ഇസ് ഈക്വൽ ടു എക്സ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു വൈ ആൽഫ സച്ച് ദാറ്റ് ആൽഫ ബിലോങ്സ് ടു എ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് എ നോട്ട് ഈക്വൽ ടു ബി ആയതുകൊണ്ട് ഫോർ സം ആൽഫ ഇൻ എ എക്സ് ആൽഫ നോട്ട് ഈക്വൽ ടു വൈ ആൽഫയാണ്. ക്ലിയർ? ഫ്രം ദിസ് എക്സ് ആൽഫയും വൈ ആൽഫയും എന്താണ്? ആർ ദ പോയിൻറ്റ്സ് ഇൻ ദ ഫാക്ടർ എക്സ് ആൽഫ ആൻഡ് എക്സ് ആൽഫ നോട്ട് ഈക്വൽ ടു വൈ ആൽഫയാണ്. സോ നമ്മൾക്കിത് T1 സ്പേസ് ആയതുകൊണ്ട് corresponding to this distinct point we can find an open set U alpha in X alpha. Two distinct open sets U alpha and V alpha. Two distinct open sets U alpha and V alpha such that എന്താണ്? X alpha belongs to U alpha and Y alpha does not belongs to U alpha. Y alpha belongs to V alpha and X alpha does not belongs to V alpha. ഇത്തരത്തിൽ ഓപ്പൺ സെറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സോ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഓപ്പൺ സെറ്റ്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ ദ മാപ്പ് പൈ ആൽഫ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് യു ആൽഫയും പൈ ആൽഫ ഇൻവേഴ്സ് ഓഫ് വി ആൽഫയും ഞാനിതിനെ യു എന്നും വി എന്നും ഡിനോട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ യു ആൽഫ വി ആൽഫ എക്സ് ആൽഫയിൽ ഓപ്പൺ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. സോ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾക്ക് ഇതിൻ്റെ എല്ലാം ഇൻവേഴ്സ് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് ടോപ്പോളജി. അപ്പോൾ നമ്മൾക്ക് ഈ രണ്ട് ഇൻവേഴ്സ് ഇമേജസും പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ ആയിരിക്കും. സോ യുവും വിയും പ്രൊഡക്റ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇനി എക്സ് ആൽഫ ബിലോങ്സ് ടു യു ആൽഫ ആയതുകൊണ്ട് എക്സ് ആൽഫയിലോട്ട് നമുക്ക് എന്താണ്? പൈ ആൽഫ ഓഫ് എ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ആൽഫയാണ്. സോ എ എവിടെ ഉണ്ടായിരിക്കും? ഈ ഇൻവേഴ്സ് ഇമേജിലുണ്ടായിരിക്കും. സോ എ ബിലോങ്സ് ടു വാട്ട്? യു. ആൻഡ് വൈ ആൽഫ യു ആൽഫയിൽ ഇല്ല എന്നാണ് പറയുന്നത്. സോ ആൻഡ് പൈ ആൽഫ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് വൈ ആൽഫയാണ്. അപ്പോൾ വൈ ആൽഫ ഈ പറഞ്ഞ സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ബി ഡസ് നോട്ട് ബിലോങ്സ് ടു യു എന്ന് പറയാം. ആൻഡ് ഇൻ ദ സെയിം വേ നമ്മൾക്ക് എന്താണ്? ബി ബിലോങ്സ് ടു വി എന്നും എ ഡസ് നോട്ട് ബിലോങ്സ് ടു ബി എന്നും പറയാം. സോ ഫോർ എനി two distinct points A, B in the product topology, there exists an open set U and V such that A belongs to U and B does not belongs to U, B belongs to V and A does not belongs to V. And this is true for any two distinct points in this space. So this is a T1 space. Okay. അപ്പോൾ T0ൻ്റെയും T1ൻ്റെയും നമ്മൾ പ്രൂവ് ചെയ്തു. T2ൻ്റെത് ഇതേപോലെ തന്നെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാം. സെയിം സ്റ്റെപ്സ് തന്നെ യൂസ് ചെയ്യാനുള്ളൂ. ദർ ഇസ് നത്തിങ് ടു ഡു മോർ സ്റ്റെപ്സ്. ആ ഒരു
ഈ നമ്മൾക്ക് ഇത് T1ൻ്റെ കൂടെ ഈ ഓപ്പൺ സെറ്റ്സ് ഇൻ്റർസെക്ഷൻ അതായത് ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്സ് കൂടെ വരണമെന്നേ ഉള്ളൂ T2 സ്പേസ് ആവാൻ. അപ്പോൾ ആ കണ്ടീഷനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് പ്രൂഫ് എഴുതി നോക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? T0, T1, T2 ഇതെല്ലാം ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണെന്നും ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി ആണെന്നും കിട്ടി. ഇനി ആ ഫാമിലി ഓഫ് T0 സ്പേസസ് എടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലി ഓഫ് T0 സ്പേസസിൻ്റെ പ്രൊഡക്റ്റും T0 സ്പേസ് ആയിരിക്കും. എ ഫാമിലി ഓഫ് T1 സ്പേസസിൻ്റെ പ്രൊഡക്റ്റ് T1 സ്പേസ് ആയിരിക്കും. എ ഫാമിലി ഓഫ് T2 സ്പേസസിൻ്റെ പ്രൊഡക്റ്റും T2 സ്പേസസും ആയിരിക്കും.